ഡോക്ടർ ഗായത്രി. സീഡ്സ് കഴിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഏതൊക്കെ കണ്ടീഷനാണ്, ഏതൊക്കെ സീഡ്സ് ആണ് കഴിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. ഇന്ന് ഏതൊക്കെ സീഡ്സ് ഏതൊക്കെ കണ്ടീഷനാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഫ്ലക്സ് സീഡ്സ്. ഫ്ലക്സ് സീഡ്സ് കഴിക്കേണ്ടത് ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് ഉള്ളവരും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരും വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്കും ഫ്ലക്സ് സീഡ് കഴിക്കാം. ഇനി ചിയ സീഡ്സ്. ചിയ സീഡ്സ് ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലതാണ്. ഡയജഷൻ ഇംപ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ഡയറ്റ് എടുക്കുന്നവർക്ക് ചിയ സീഡ്സ് നല്ലൊരു ഓപ്ഷനാണ്. ഇനി പംകിൻ സീഡ്സ്. പംകിൻ സീഡ്സ് ഇമ്മ്യൂണിറ്റി വീക്ക് ആയിട്ടുള്ളവർക്കും PCOD പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്കും ഹെയർ ഫോൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു. ഫെനുഗ്രിക് സീഡ്സ്, അതായത് ഉലുവ, ഷുഗർ കൺട്രോൾ ചെയ്യാനും ഡയജഷൻ ഇംപ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി സബ്ജ സീഡ്സ്. സബ്ജ സീഡ്സ് ശരീരത്തിന് ഒരു കൂളിംഗ് എഫക്റ്റ് തരുന്നുണ്ട്. ഗ്യാസും വയറ് വീർക്കുന്നതൊക്കെ തടയാൻ സഹായിക്കുന്നുണ്ട്. സ്കിന്നിനും സ്റ്റൊമക്കിനും നല്ലതാണ്. ഷുഗർ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. ഇനി സൺഫ്ലവർ സീഡ്സ്. ആൻസൈറ്റി ഉള്ളവർക്ക് സൺഫ്ലവർ സീഡ്സ് നല്ലൊരു ഓപ്ഷനാണ്. ഹാർട്ടിന്റെ ഹെൽത്തിന് നല്ലതാണ്. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കാരണം ഇതിൽ നല്ല ഗുഡ് ഫാറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. അടുത്ത സെസം സീഡ്സ്, എള്ള്. കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബോൺസിനും ജോയിന്റിനും ഒക്കെ സ്ട്രെങ്ത് കൂട്ടാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്.